കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് വലിയ തോതിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വി സതീശന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പദം പിടിച്ചെടുക്കുക എന്നുള്ളത് ജിഹാദി അജണ്ടയായിട്ട് മാറി എന്ന തരത്തിലാണ് ചർച്ചകൾ വരുന്നത്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ വലിച്ചു കീറുന്നു, അതിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിലേക്ക് ജിഹാദി അജണ്ടയുള്ള ചില ആളുകൾ കൃത്യമായിട്ട് നുഴഞ്ഞു കയറുന്നു. ഇത് ഹൈക്കമാൻഡ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് പ്രശ്നം? ഇവിടെ KC വേണുഗോപാലിന് 40-ലധികം MLA-മാരുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ അതിനെ അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചൂറ അംഗമുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ വി സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണം. അതായത് ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുക എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ പല രാജ്യങ്ങളുടെ അജണ്ടയാണ്. ബംഗ്ലാദേശിലൊക്കെ അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ MSF എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ മുമ്പിലേക്ക് ഇറക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് അടുത്ത കളി തുടങ്ങി. കാരണം മുസ്ലിം ലീഗ് എന്തിനാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ കോൺഗ്രസ് കാര്യത്തിൽ ഇടപെടുന്നത്? ഈ രീതിയിൽ കഴിഞ്ഞ ദിവസം ചില നേതാക്കളൊക്കെ ചോദിച്ചു. ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, ഇവിടെ KC വേണുഗോപാൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മത നേതൃത്വത്തിന് കാര്യമായി ഇടപെടലുകൾ നടത്താൻ സാധിക്കില്ല. അപ്പം മതത്തിന് ഈ ഭരണത്തിൽ ഇടപെടണമെങ്കിൽ വി സതീശനെ മുഖ്യമന്ത്രിയാക്കി മാറ്റണം. ഈ തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് ചെന്ന വി സതീശന് വലിയ സ്വീകരണം നൽകി 2-3 യൂണിവേഴ്സിറ്റിയിലെ KSU സ്റ്റുഡൻസ് ഇവരൊന്നിച്ചു കൂടിയിട്ട് വി സതീശൻ മതി എന്ന തരത്തിൽ വലിയൊരു റാലി, വലിയൊരു ആഹ്ലാദ പ്രകടനമൊക്കെ രീതിയിൽ സംഘടിപ്പിക്കുന്നു. അതായത് ഡൽഹിയിൽ ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ KCക്ക് പിന്നിൽ ഒരു ജിഹാദി അജണ്ടയുണ്ടോ? ഉണ്ടല്ലോ. അതിപ്പം ഇനിയിപ്പോൾ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. KC ഇല്ലാതാക്കുക എന്നുള്ളതാണ് ജിഹാദിയുള്ള അജണ്ട. KCയെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, അവരുടെ നിയന്ത്രണത്തിലുള്ള, അവരുടെ താല്പര്യമുള്ള, അവർക്ക് വേണ്ടപ്പെട്ടവനായിട്ടുള്ള ആൾ വരണം. അത് ഒരുപക്ഷെ ഇത് നേരത്തെ തന്നെ അജണ്ട വെച്ച് തീരുമാനിച്ചിരുന്നത് പോലെ നമുക്കിപ്പോൾ തോന്നുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഈ KC വേണുഗോപാലിനെ KC വേണുഗോപാലിനല്ല, വി സതീശനെ ഒരുപക്ഷെ ജിഹാദികൾ ഏൽപ്പിച്ചിരുന്ന കാര്യം വളരെ കൃത്യമായിട്ട്, വളരെ ധൈര്യപൂർവ്വം അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നതിനും അതിൻ്റെ ഫോളോ അപ്പ് വരുന്നതിനും ഇപ്പം ഏറ്റവും അവസാനം കോൺഗ്രസിനകത്ത്, ആ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചില മാനദണ്ഡങ്ങളൊക്കെ ഇല്ലേ? എല്ലാ പാർട്ടിക്കകത്തും ഇല്ലേ? അത് മാനദണ്ഡം അനുസരിച്ച് തീരുമാനം എടുക്കാൻ സമ്മതിക്കത്തില്ല. ആ മാനദണ്ഡം അനുസരിച്ചുള്ള രീതിയിലേക്കുള്ള പിന്തുണ ഇല്ലാത്ത ഒരാളാണ് ഈ പറയുന്ന വി സതീശൻ എന്ന് കണ്ട് അയാളെ മാറ്റി നിർത്തുമെന്നുള്ള റിപ്പോർട്ട് വെളിയിൽ കൊടുക്കുമ്പോൾ, എന്നാൽ വി സതീശൻ ഇല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ വേണ്ട എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് ജിഹാദികൾ വെളിയിലിറങ്ങി. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മളത് ചെയ്തതാണ്. അബ്ദുൽ സലാം അഹമ്മദ്, സൂറ അംഗം, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. നമ്മളുടെ ആളാണ് വി സതീശൻ, നമ്മളുടെ ആളായിട്ടുള്ള വി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വന്നില്ലെങ്കിൽ തെരുവിലിറങ്ങി പ്രക്ഷോഭം ഉണ്ടാക്കണം, കലഹം ഉണ്ടാക്കണം, കലാപം ഉണ്ടാക്കണം. ആ രീതിയിലേക്കുള്ള കലാപമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടത്. ഇപ്പം ഇതിനകത്ത് സിനു പറഞ്ഞതിനകത്തൊരു തെറ്റുപറ്റി. ഇന്ന് NSUവിൻ്റെ ദേശീയ പ്രസിഡന്റും അല്ലെങ്കിൽ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു, ഞങ്ങളല്ല വി സതീശൻ അവിടെ പിന്തുണ കൊടുത്തത്. അതിനകത്ത് KSUവിന് യാതൊരു ഉത്തരവാദിത്വമില്ല, NSUവിന് യാതൊരു ഉത്തരവാദിത്വമില്ല. അത് ഒരുപക്ഷെ മറ്റ് ചില ഈ പറയുന്ന ജിഹാദി സംഘടനകളാണ്. ഇപ്പോൾ വാർത്തയ്ക്കകത്തോട് ഞാൻ പിയേഴ്സൺ മാഷ് കേട്ടാണല്ലോ തള്ളി പറഞ്ഞു. അപ്പം ഹൈക്കമാൻഡിനോ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ നേതാക്കന്മാർക്കോ ഒന്നും ഇതിനകത്ത്, ഈ പ്രകടനത്തിനകത്തും ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ വലിച്ചു കീറിയതിനകത്തും KC വേണുഗോപാലിന്റെ മുഖത്ത് പോസ്റ്റർ വലിച്ചു കീറിയിട്ട് തുപ്പിയതിനകത്തും, അല്ലെങ്കിൽ ഇവിടെ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നടന്ന പ്രകടനത്തിനകത്തും എറണാകുളത്ത് നടന്ന പ്രകടനത്തിനകത്തും വയനാട്ട് കളറിട്ട് കോൺഗ്രസ്സുകാരെന്ന രീതിയിൽ കൂടി നിന്ന് മാധ്യമങ്ങളുടെ കാര്യം പറയുന്നതൊക്കെ കോൺഗ്രസ് അല്ലെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരെ പറയുന്നത്. കോൺഗ്രസിന്റെ KPC പ്രസിഡന്റുമാർ പറയുന്നു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു, NSUവിന്റെ നേതാക്കന്മാർ പറയുന്നു, ഇത് കോൺഗ്രസ് അല്ല, ഇത് യൂത്ത് കോൺഗ്രസ് അല്ല, ഇത് KSU അല്ല, ഇത് വേറെ ചില അജണ്ടയാണ്, പല PR വർക്കാണ്, വേറെ ചിലരെ ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് സാറേ ഈ കാണുന്നത്? നമ്മൾ കണ്ടല്ലോ, ഞാൻ ജീവത്യാഗം ചെയ്യാൻ നിൽക്കുന്ന ആള് ഒരു കോൺഗ്രസ്സുകാരനാണ്, ഞാൻ തോറ്റാൽ ഞാനാണ് ഉത്തരവാദി. അതിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ മനസ്സിലായി, ജയിച്ചാൽ ഞാനാണ് ഉത്തരവാദി എന്ന് പറയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അന്ന് ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ അടിത്തട്ടി കിടക്കുന്ന കോൺഗ്രസ്സുകാരൻ ഇതുപോലെ കരുണാകരൻ പറഞ്ഞിട്ടുണ്ടോ? ഇതുപോലെ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ? ഇതുപോലെ അല്ലെങ്കിൽ ആന്റണി പറഞ്ഞിട്ടുണ്ടോ? വയലാർ പറഞ്ഞിട്ടുണ്ടോ? തോറ്റാൽ ഉത്തരവാദിത്വം എനിക്കാന്ന്. അങ്ങനെയൊക്കെ ജീവത്യാഗം ചെയ്യാനും ഞാൻ നാളെ വനവാസത്തിന് പോകാനും ഒക്കെ തയ്യാറായിരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനെ തന്നെ വേണ്ടേ നമുക്ക് കോൺഗ്രസ് ആയിട്ട്? ഇല്ലാത്ത ഒരിടത്ത് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ എന്ന് കണ്ട് വോട്ട് ചെയ്ത പലരും ഉണ്ട്.
ഇപ്പം മനസ്സിലായില്ലേ? ഇതിന്റെ പുറകിൽ അജണ്ട ഉണ്ടായിരുന്നു. അതായത് അയാൾക്കൊന്നും സംഭവിക്കാനില്ല. റോഡിൽ കൂടെ ഒരു ആന പോവാ, പിയേഴ്സൺ മാഷെ, ഇതിലെ കൂടെ ആന ഒരുത്തം കൊണ്ടുപോവാ, ഞാൻ ഈ സടിയെന്ന് ചോദിക്കുക, ആ ആനേനെ ഇഞ്ഞ് തരുമോ? ഈ വാപ്പാൻ വിചാരിക്കുക ഈ ഭ്രാന്തനാനെ ആർക്കെങ്കിലും കൊടുത്തേക്കാം, ആരെങ്കിലും ചോദിച്ചാൽ കൊടുത്തേക്കാം, തലേന്ന് ഒഴിയണം, ഇതിന് ചാപ്പാട് കൊടുക്കാൻ നിവർത്തിയില്ല, ഞാൻ സടിയെന്ന് ചോദിക്കാം, ആനേനെ തരുമോ? ആ പാപ്പാൻ പറയാം, നീ കൊണ്ടുപോടാ. ആനയെ കിട്ടിയോ? വി ഡി സതീശൻ വളരെ ബുദ്ധിയുള്ള ഒരു ഉപദേശം കൊടുത്തതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് ഈ പറഞ്ഞ തോറ്റാ ഞാൻ ഏറ്റു, അല്ലെങ്കിൽ ജയിക്കുന്നതിൻ്റെ ആളാരാന്ന് മനസ്സിലായല്ലോ. അപ്പം വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് വി ഡി സതീശൻ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വി ഡി സതീശന്റെ ഫണ്ടറാരാ? ഇവിടുത്തെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു പുട്ടുപൊടി കച്ചവടക്കാരനാണ്. പുട്ടുപൊടി കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ റോഡെ കൊണ്ട് നടക്കുന്നില്ല, സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒരു പുട്ടുപൊടി കച്ചവടക്കാരനാ. അയാൾ ജിഹാദിയാ, അയാളുടെ ഫണ്ടർ. അയാളെ ഫണ്ടർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പാലാ ബിഷപ്പിന്റെ സമയത്ത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം പാലാ ബിഷപ്പ് വിശ്വാസികളോട് പറഞ്ഞെടുത്ത് ആ ഇടത്തേക്ക് SFI PFI കാരനും SDPI കാരനും ജാഥ നയിച്ചപ്പോൾ അതിന് വേണ്ട പിന്തുണ കൊടുത്ത ആളാണ് ഇദ്ദേഹത്തിന്റെ ഫണ്ടർ. ഇദ്ദേഹം ഇതിനുശേഷം നടത്തിയ യാത്രകൾ, ചാർട്ടേഡ് വിമാനത്തിനകത്ത് നടത്തിയ യാത്രകളൊക്കെ പുറത്ത് ഈ പറയുന്ന ശുദ്ധഗതിക്കാരനായിട്ടുള്ള ഈ പറയുന്ന വി ഡി സതീശൻ അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്ക് പുറകിൽ ആളുണ്ട്. അദ്ദേഹത്തിന്റെ അജണ്ട കൃത്യമായിട്ടുള്ളതാണ്. അതൊരു പക്ഷേ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ആളിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി മസിൽ പിടിച്ചിരിക്കുന്നത്, ബലം പിടിച്ചിരിക്കുന്നത്, ആക്കിയ ഒക്കത്തുള്ളന്ന് നിൽക്കുന്നത് ജിഹാദിയാണ്. ജിഹാദി കലഹത്തിൽ വീണു പോകുമോ ഇവിടുത്തെ കോൺഗ്രസ് എന്ന് വിചാരിക്കേണ്ടി വരും. ഏതായാലും കാര്യങ്ങൾ അത്തരത്തിലേക്ക് പോകണം. ഏത് പാർട്ടിക്കകത്താ? ആ പാർട്ടിക്കകത്ത് അതിനൊരു ഹൈക്കമാൻഡ്, അതിൻ്റെ നേതാക്കന്മാർ, അതിൻ്റെ തീരുമാനങ്ങൾ, അതിൻ്റെ തത്വങ്ങൾ അനുസരിച്ചല്ലേ തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം അനുസരിച്ച് ഒരു പക്ഷേ പരിശോധിക്കുമ്പോൾ വി ഡി സതീശൻ ആണെങ്കിൽ വി ഡി സതീശനെ മാറ്റി നിർത്താൻ പറ്റൂ. വി ഡി സതീശൻ റോഡിൽ ജിഹാദികളെ ഇറക്കി കലഹം നടത്താതെ ഇവിടുത്തെ MLA-മാരെ, നാളെക്കാലത്തെ ജയിച്ചു വന്ന MLA-മാരെ ഭൂരിപക്ഷം വി ഡി സതീശന്റെ കൂടെ നിർത്തിയിട്ട് വി ഡി സതീശൻ അല്ല മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലേക്ക് MLA-മാർ പറഞ്ഞാൽ ഏത് ഹൈക്കമാൻഡാ വഴങ്ങാത്തെ? ഞങ്ങൾ വി ഡി സതീശന്റെ കൂടെ 62 MLA-മാരുണ്ട് PSN മാഷെ. അതിനകത്ത് നമ്മൾ കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഏതാണ്ട് 43 MLA-മാർ ഈ പറയുന്ന KC വേണുമാരുടെ കൂടാണ്. ഈ 43 MLA-മാർ വി ഡി സതീശന്റെ കൂടെയാണ്. ഇവിടുത്തെ ഹൈക്കമാൻഡ് വരുമ്പോൾ പറയുക, പോട്ടെ, ഇദ്ദേഹം വരുമ്പോൾ പറയാം, കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വരുമ്പോൾ പറയാം, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ പറയുക, ഈ 43 MLA-മാരോട് പറയുക, ഞങ്ങൾ 43 പേര് വി ഡി സതീശന്റെ കൂടെ ഉണ്ട്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലേ വി ഡി സതീശന്റെ കൂടി 43 പേരുടെ തീരുമാനമെടുത്തങ്ങ് മാറുക. ഏത് ഹൈക്കമാൻഡാ നിൽക്കാത്തെ? അപ്പൊ ഇയാളുടെ കൂടെ പാർട്ടിയില്ല, സംവിധാനമില്ല, MLA-മാരില്ല, KSU ഇല്ല, യൂത്ത് കോൺഗ്രസ് ഇല്ല, അത് ഉള്ളത് ജിഹാദികൾ മാത്രം. അങ്ങനത്തെ ഒരു ആളിനെ അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് വിട്ടുപോയാൽ ഒരു പക്ഷേ ജിഹാദികൾ കൈകാര്യം ചെയ്യുന്ന ഒരു കോൺഗ്രസും അല്ലെങ്കിൽ അത്തരത്തിലൊരു മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് വരും. മൊത്തത്തിൽ ഇവിടെ കോൺഗ്രസിന് പറ്റിയത് ഇതൊക്കെ തന്നെ. ഈ ഒരു വിഭാഗത്തിന്റെ മാത്രം സംഘടിതമായ വോട്ടുണ്ടെന്ന് വിചാരിച്ച് അതിന്റെ പിറകിൽ പോയതിന്റെ അവസ്ഥയാണ് ഒരു പക്ഷേ പശ്ചിമ ബംഗാൾ ഇപ്പൊ സംഭവിച്ചത്. 34 CPM-ന് സംഭവിച്ചത് അതാണ് ശരിയെന്ന് കണ്ട് മമതാ ബാനർജി അത് കൊണ്ടു നടന്നപ്പോൾ ഇപ്പൊ അതല്ല ശരി എന്നുള്ള കാര്യം 207 നിയമസഭാ സീറ്റിലേക്ക് ജയിച്ച് BJP തെളിയിച്ചില്ലേ. 35% അവിടെ മുസ്ലിങ്ങളാ, അവർക്ക് മാത്രമേ സംഘടിക്കാൻ കഴിയത്തുള്ളൂ. അവർക്ക് സംഘടിക്കാൻ കഴിയും എന്നവർ തോന്നിപ്പിച്ചപ്പോൾ ഇപ്പുറത്ത് മറ്റവർ സംഘടിച്ചു. ഇത് കേരളത്തിൽ സംഭവിക്കാൻ പോവാ. കേരളത്തിൽ മതേതര ജനാധിപത്യം എന്ന് പറയുന്ന കോൺഗ്രസിന് സംഭവിക്കാൻ പോവാ. കോൺഗ്രസിനെ ഈ ഒരു പ്രാവശ്യം കൂടി ജയിപ്പിച്ച സാധാരണക്കാരായിട്ടുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് തിരിച്ചു ചിന്തിക്കാനുള്ള അവസരമായിരിക്കുകയാണ്. വി ഡി സതീശൻ എടുക്കുന്ന ഈ നിലപാട്, ഈ ജിഹാദികൾ റോഡിൽ എടുക്കുന്ന ഈ നിലപാട് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും അസ്തമനം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള നിലപാടാണ്. എൻ്റെ അഭിപ്രായത്തിൽ വി ഡി സതീശന്റെ എതിരെ നടപടിയെടുത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനുണ്ട് ചാണ്ടിയുമ്മൻ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ വലിച്ചേറി പോസ്റ്ററിനെ അപമാനിക്കുന്നവർ കോൺഗ്രസ്സുകാരാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഇത് കോൺഗ്രസ് നേരിടുന്ന ഒരു പുതിയ പ്രശ്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സിൽ ഇതിക്ക് മുന്നേ ഇതേപോലെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. തർക്കങ്ങളും തല്ലുപിടുത്തങ്ങളും സ്ഥിരമായിട്ടുള്ളതാണ്. പരസ്പരം അടിയുണ്ടാക്കുക ഇതൊക്കെ ചെയ്യുമെങ്കിൽ പോലും ഈ സംഘടനാ സംവിധാനത്തിന് നേരെ തെരുവിൽ ഘോഷയാത്രകളും അതേപോലെ തന്നെ ഈ ഉമ്മൻചാണ്ടി, ഇപ്പോൾ ഇവിടെ വലിയ പ്രശ്നം വെച്ചാൽ ഉമ്മൻചാണ്ടിയാണ് ഇപ്പോൾ ഇവരുടെ ദൈവം. കോൺഗ്രസിൻ്റെ ദൈവം ഉമ്മൻചാണ്ടിയായിട്ടാണ് കുറേ കാലം ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപും പിൻപുമൊക്കെ അങ്ങനെയാണ് കോൺഗ്രസ് കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടിയുടെ ഒരു പൈതൃകത്തിൻ്റെ
സാധ്യതകൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ്. കരുണാകരനൊന്നും ഇപ്പോൾ രംഗത്തില്ല അല്ലേ? എവിടെയെങ്കിലും കാസ്റ്റുള്ള കരുണാകരനുണ്ടോ? ഇല്ല. ഇല്ല. കരുണാകരനൊന്നുമില്ല. ഇപ്പോൾ ഉള്ളത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ വലിച്ചു കീറുന്ന കോൺഗ്രസ്സുകാരൻ, അയാൾ കോൺഗ്രസ്സുകാരനല്ല എന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ പറയുന്നതിൽ തെറ്റില്ല. അപ്പം അങ്ങനെ കോൺഗ്രസ്സിനെതിരെ, കോൺഗ്രസിൻ്റെ വികാരത്തിനെതിരെ തെരുവിൽ പ്രത്യേകിച്ച് ഈ മുസ്ലിം സംഘടനകളുടെ ഒരു സഹായത്താൽ നടത്തപ്പെടുന്നതായിട്ടുള്ള കലാപങ്ങളെന്ന് പറയുന്നത് കോൺഗ്രസ്സിന് വലിയ പ്രശ്നമായി തീരാൻ സാധ്യതയുള്ള കലാപങ്ങളാണ്. തിരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് മുമ്പ് തന്നെ ഈ വിഷയമുണ്ടായിരുന്നു. വിഷയമുണ്ടായിരുന്നു പറഞ്ഞാൽ സതീശൻ മതേതരവാദിയാണ് എങ്കിലും സതീശൻ വാദിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയാണ്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനൊപ്പം ചേർക്കുന്നു, കൊണ്ടു നടക്കുന്നു. അവരാണെന്ന് വെച്ചാൽ മതരാഷ്ട്രവാദികളാണ്. അപ്പോൾ സതീശൻ പറഞ്ഞാൽ അതൊക്കെ പണ്ടാണ്, ഇപ്പോൾ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരെ ന്യായീകരിക്കുകയും അവരെ ഉയർത്തുകയും ചെയ്ത ഒരു സതീശൻ നമ്മൾ കണ്ടുപിടിച്ചത്. അതിനുള്ള പ്രത്യുപകാരമാണ് ഇപ്പോൾ തെരുവിൽ അവർ സതീശന് മുഖ്യമന്ത്രിയാക്കൂ എന്ന് മുറവിളി കൂട്ടുന്നതിൻ്റെ കാരണം. ഇത് കോൺഗ്രസ് നേരത്തെ അഭിമുഖീകരിക്കാത്തൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് വളരെ കൗതുകം കാണുന്നത്. കാരണം കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ കോൺഗ്രസിനൊപ്പം ചേർന്ന് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞ് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം തിരുവനന്തപുരത്തെ ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ കീറിയതാണ്. അതുകൊണ്ടാണ് ചാണ്ടി ഉമ്മനിരുന്ന് അത് കോൺഗ്രസ് ആണെന്നും സംശയമുണ്ടെന്ന് അദ്ദേഹം പറയാൻ കാരണമാണ്. ഇവിടെ ഇപ്പം വി ഡി സതീശൻ ഡൽഹിയിലേക്ക് വന്നപ്പോൾ അവിടെ സ്വീകരണം നൽകിയത് ഇപ്പോൾ ഈ NSUകാർ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് MSFകാരും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ കൂട്ടത്തിലൊക്കെ തന്നെ തീവ്ര വികാരക്കാർ നുഴഞ്ഞു കയറുന്നുണ്ട്. അവരുടെ അജണ്ട വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് എത്തണം. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ മതരാഷ്ട്ര അജണ്ട നടപ്പാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ KC വേണുഗോപാൽ ഒരു മതേതരവാദിയാണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. അല്ലെങ്കിൽ ഇത്രയധികം MLA-മാരുടെ പിന്തുണയുള്ള KC വേണുഗോപാലിനോ ഇത്രയധികം പാരമ്പര്യമുള്ള രമേശ് ചെന്നിത്തലയ്ക്കോ വി ഡി സതീശനെ അനുകൂലിച്ച പോലെ ഒരു പ്രകടനം കേരളത്തിൽ സംഘടിപ്പിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും പറ്റും. അവരെന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അതല്ല സംഘടനാ പ്രവർത്തനം, അതല്ല രാഷ്ട്രീയം, അതല്ല മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വഴി എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ വി ഡി സതീശന് വേണ്ടിയിട്ട് 10 MLA-മാരിൽ താഴെയാണ് പിന്തുണയുള്ളത്. എന്നിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള പ്രചരണ കോലാഹലങ്ങൾ, വലിയ സംഘർഷങ്ങൾ, ഇതിന് സമാനമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ തന്നെ KCക്കും പറ്റും, ഇതൊക്കെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും പറ്റും. അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇവരാരും ജിഹാദികളുടെ കയ്യിലെ ചട്ടുകമായിട്ട് മാറുന്നില്ല. അങ്ങനെ മാറുന്നവർ വളരെയധികം സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന് കിട്ടുന്ന ഈ ഒരു പിന്തുണ അത് തന്നെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുമെന്നുള്ളത് വി ഡി സതീശനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണെന്നാണ് മനസ്സിലാകുന്നത്.